കൊല്ലം ഒയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് തുടരന്വേഷണത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നു. വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെ പോലീസിന്റെ അസാധാരണ നടപടിയാണിത്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, പോലീസിന്റെ അപേക്ഷ എന്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തുടരന്വേഷണം നടത്താനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത്? എന്താണ് സംഭവം? അക്ഷയ ഇന്നാണ് പോലീസ് ഇപ്പോൾ റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ എം ജോസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ നാലാമതൊരാൾ കൂടി കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കുട്ടിയുടെ സഹോദരൻ പറഞ്ഞതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു സംശയം പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഒരു തുടരന്വേഷണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുനരന്വേഷണ ഹർജി ഉണ്ടാവില്ല, തുടരന്വേഷണമാണ് ഉണ്ടാവുക. ഈ മൂന്ന് പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. അച്ഛനും അമ്മയും മകളും അടങ്ങുന്ന 3 പേരാണ് ഈ പ്രതികളായിട്ടുള്ളത്. അതിൽ ഒരാൾ കൂടി ഇവരെ സഹായികളായി ഉണ്ട് എന്നുള്ള ആരോപണം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തുടർ അന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു നടപടി ആരംഭിച്ചിരിക്കുന്നത്. തുടരന്വേഷണമാണോ? തുടർ വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പുനരന്വേഷണത്തിന് ആവശ്യമില്ല. ഈ കേസിലെ 3 പേരും, ആ പ്രതികളായിട്ടുള്ള 3 പേരും കുറ്റം ചെയ്തവർ തന്നെയാണ്. അതിൽ അവരെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും തുടർ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കൊല്ലം 1ാം ക്ലാസ് കോടതിയിൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. ഒയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് ഇപ്പോൾ തുടരന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് കോടതിക്ക് മുൻപാകെ വെച്ചിരിക്കുന്നത്.